Hello friends, welcome to 𝙑𝙤𝙀𝙗𝙀 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്യാമറ ബാഗാണ്. ആക്ച്വലി ഒരു ക്യാമറയുടെ സ്ലിംഗ് ബാഗാണ്. സ്ലിംഗ് ബാഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളിതിന് മുമ്പ് ഒരു ബാക്ക് പാക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. മൊബിയസിൻ്റെ നല്ല ക്വാളിറ്റി സാധനമാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഇപ്പോൾ നിങ്ങൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. മൊബിയസിന് നിങ്ങൾക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മോഡൽസ് കിട്ടും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ലിംഗ് ബാഗാണ്. സ്ലിംഗ് ബാഗ് നമുക്ക് ഷോൾഡർ ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നോർമൽ നമ്മൾ ചെറിയ സംഭവങ്ങളൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രിപ്പ് പോയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു DSLR അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറയ്ക്ക് പറ്റിയൊരു ബാഗാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ടാമറോണിൻ്റെ ഒരെണ്ണം പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിലൊരു എക്സ്ട്രാ ലെൻസ് വരുമ്പോൾ അതും കൊണ്ടുപോകാനുള്ള ഒരു പറ്റിയൊരു ബാഗാണ്. എന്ന് വെച്ചാൽ 2-3 സെക്ഷൻസ് വരുന്നൊരു ബാഗാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിക് ഫോക്സിൻ്റെ ബാഗാണ് കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു കണ്ടൊരു പ്രീമിയം ക്വാളിറ്റി വരുന്ന റേറ്റ് വരുന്നൊരു സാധനമാണ്. ശരിക്കും ഒരു 899 രൂപയുള്ള സാധനത്തിന് നമുക്കിതിൽ രണ്ട് സെക്ഷൻസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു മിറർലെസ് ക്യാമറ വയ്ക്കാം, അല്ലെങ്കിൽ DSLR വയ്ക്കാം, ഒരു എക്സ്ട്രാ ലെൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ എന്നാലും ഇത് കാണിച്ചു തരാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ചെക്കൗട്ട് ചെയ്യട്ടാ. ആമസോണിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും. ഞാൻ താഴെ കൊടുക്കാൻ ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആമസോണിൽ പോയിട്ട് സെർച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാഗിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ബാഗിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ്. ഇതിന് നമുക്ക് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ഇയർ വാറണ്ടിയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ ബ്രാൻഡാണ് ആർട്ടിക് ഫോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ബാൻഡല്ല, എന്താ പറയുക, ബെൽറ്റ് പോലത്തെ നമ്മുടെ റിമൂവബിളാണത്. ആക്ച്വലി നമുക്കിത് ലെങ്ത്ത് കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇട്ട് പോകാനുള്ളത് ആക്ച്വലി ഇതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആർട്ടിക് ഫോക്സിൻ്റെ ഒരു ബ്രാൻഡിങ്, അതുപോലെ ലോഗോ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 കളറിലാണ് അവൈലബിൾ. ഒരു ബ്ലാക്കും ഉണ്ട്, ഈ ഒരു കളറും ഉണ്ട്. ഒരു ഗ്രേ എന്നാണ്. പക്ഷേ നമ്മുടെ ആമസോണിലൊക്കെ പടം കാണുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും കുറച്ച് ഡാർക്ക് കളറാണ് ഗ്രേ വരുന്നത് കേട്ടോ. ഗ്രേ തന്നെയാണ് ആക്ച്വലി. ഒരു ഗ്രേയും ഒരു ഗ്രീൻ്റെ ഒരു ടിൻറ്റ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ പോക്കറ്റ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഞാൻ ചാർജറിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലൊരു എന്താ പറയുക, ഒരു അറയുണ്ട്. നമുക്ക് ഇതിൽ ശരിക്കും ആക്ച്വലി സെക്ഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്ത സെക്ഷനാണ്. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് വെക്കാന്നല്ലാണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ലോക്കിങ് കാര്യങ്ങളൊന്നുമില്ല. സിബോ അല്ലെങ്കിൽ ഒട്ടിക്കുന്നത് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലും സെയിം സാധനം നമ്മുടെ ആ സൈഡിൽ കണ്ട അതേ സിബ് വരുന്നുണ്ട്. പിന്നെ മെയിൻ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആക്ച്വലി ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മെയിൻ ഓപ്പണിംഗ് വരുന്നത്. ഇങ്ങനെ ഒരു സിബ്ബാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സിബ് തുറക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടും. നമ്മുടെ ഒരു സംഭവം നിലത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ നമ്മുടെ ഒരു എക്സ്ട്രാ ബാറ്ററി വയ്ക്കാനുള്ള, ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു എക്സ്ട്രാ ബാറ്ററിയിൽ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ ബാറ്ററി വയ്ക്കാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു മെമ്മറി കാർഡും ഡീറ്റെയിൽസും കാര്യങ്ങൾ വയ്ക്കാനൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളിലായിട്ട് നമുക്ക് 2 പൊസിഷൻ ഉണ്ട്. അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കത് ഒരെണ്ണാക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ആ സെൻട്രലത്തെ ലെയർ നമുക്ക് വേണമെങ്കിൽ ഊരെടുക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇത് ആക്ച്വലി ഇത് ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പാണ്. നിങ്ങളെല്ലാ ക്യാമറ ബാഗിലും കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണത്. 2 സെക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലെൻസ് ഒരു ക്യാമറ വയ്ക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ക്യാമറ വിത്ത് അറ്റാച്ച്ഡ് ലെൻസ് വയ്ക്കുന്നത് നല്ല ഡീപ്പ് ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ വലിയ ക്യാമറ വലിയ ലെൻസ് ആയത് തന്നെ ഇതിൽ കൊള്ളും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടെലിസ്കോപ്പിക് ലെൻസ് ഒക്കെ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. വേറെ മെയ്ഡ് ഇൻ ഇന്ത്യ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ലുക്കും ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയും ലുക്കാണ് കേട്ടോ. നിങ്ങളൊരു സ്ലിംഗ് ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ബാഗാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു എക്സ്ട്രാ 2-3 ലെൻസ് 2 ലെൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ശരിക്കും 2-3 ലെൻസ് വേണമെങ്കിൽ വെക്കാമെന്ന് വെച്ചാൽ ഇതിൽ അത്രയ്ക്കും ഡീപ്പ് ഉണ്ട്. പിന്നെ 2ഉം കൂടി തമ്മിൽ കൂട്ടിമുട്ടുന്നതിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ 2 വയ്ക്കാൻ ശരിക്കും വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഡീപ്പ് വരുന്നുണ്ട്. മിറർലെസ് ക്യാമറ ആണെങ്കിൽ ശരിക്കും 2 ലെൻസ് വയ്ക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ DSLR ആകുമ്പോൾ കുറച്ച് സൈസ് വരുമല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ക്യാമറ ഒരു ലെൻസ്, ഒരു വലിയ ലെൻസ് വേണമെങ്കിൽ വയ്ക്കാം, സൂം ലെൻസ് വേണമെങ്കിൽ വയ്ക്കാം, കുഴപ്പമൊന്നില്ല. എന്ന് വെച്ചാൽ നല്ല ഡീപ്നെസ് വരുന്നത് വെച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണായിരിക്കും. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അധികം കട്ടിയൊന്നുമില്ല. ശരിക്കും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊക്കെ നല്ല ഒരു മൾട്ടി യൂസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്യാമറ ബാഗിൽ നിന്ന് മാത്രമല്ല, നമുക്ക് സെൻട്രലത്തെ സാധനം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടി യൂസിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യപ്പെട്ട ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. താഴേക്കൊരു റഫ് പോലത്തെ ഒരു സംഭവമൊക്കെയാണ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പേര് പറയാമെന്നറിയില്ല. പക്ഷേ ശരിക്കും അവിടെ ഇരുന്നോളും, അവിടെ ഇരുന്നോളും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അത്. പക്ഷേ ഹാർഡും അല്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഒരു നോർമൽ കുഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല കുഷൻ വന്നിട്ടുണ്ട്, താഴെയും കുഷൻ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറവ് ഈ സൈഡിലാണ് കുറച്ച് കുഷൻ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഇപ്പോൾ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലായിടത്തും അത്യാവശ്യം നല്ല കുഷൻ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഉള്ളിൽ ഡീപ്നെസ് ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രഷർ ഉള്ളിലേക്ക് തട്ടില്ല എന്ന് വിചാരിക്കുന്നു.
പിന്നെ അത്യാവശ്യം നല്ല വെൽ നോൺ ബ്രാൻഡാണ്. വേറെ നമ്മുടെ നോർമൽ ബാക്ക് പാക്കും ലാപ്ടോപ്പിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ. ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഈ ബാഗ് അവൈലബിൾ ആണ്, പക്ഷേ റേറ്റ് കൂടുതലാണ്. ആമസോണിലാണ് കുറച്ച് റേറ്റ് കുറവ്, ഒരു 150 രൂപ കുറവാണ്. ആമസോണിൽ 100-150 കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാൻ, താല്പര്യമുള്ളവർക്ക് അതേപോലെ ക്യാമറയ്ക്ക് ഒരു ബാഗ് നോക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട.